അനഘേച്ചി, അഭിയേട്ടന്റെ ഒരു വിവരവും ഇല്ല. ഞങ്ങളെല്ലാരും ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അച്ചു വിഷമിക്കണ്ട. അഭിയേട്ടൻ എവിടെയാണെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് ദേഷ്യമാണെന്ന് അറിയാം. എന്നാലും വിവരം അറിയാൻ മറ്റു വഴികളൊന്നും ഇല്ലാഞ്ഞിട്ടായി വിളിക്കുന്നത്. ആദ്യം കുറച്ച് ദേഷ്യം തോന്നിയെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ ഇപ്പൊ തീരെയില്ല. നിങ്ങളുടെ അച്ഛനെ അമൃതേച്ചി അഭിയേട്ടൻ അറിയാതെ സംരക്ഷിക്കാൻ പാടില്ലായിരുന്നു. കൃഷ്ണേട്ടൻ ആരാണെന്ന് അറിയാതെയാ ഞങ്ങൾ പോലും അയാളെ സ്നേഹിച്ചത്. അമൃതേച്ചി കാണിച്ച അബദ്ധം അത്. അനഘേച്ചി, ഇപ്പൊ അച്ഛനെ കുറ്റം പറയേണ്ട സമയമല്ല. എങ്ങനെയും എന്റെ ഏട്ടനെ കണ്ടുപിടിക്കണം. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ അച്ചു. നമുക്ക് അഭിയേട്ടനെ എങ്ങനെയും കണ്ടുപിടിക്കാം. നിങ്ങളുടെ കലയമ്മ എന്റെ ഏട്ടനെ എന്തെങ്കിലും ചെയ്തതായിരിക്കോ? എനിക്ക് നല്ല സംശയമുണ്ട്. അവർക്കല്ലെങ്കിലും ഏട്ടനെ പണ്ടേ കണ്ടുകൂടാ. ഞങ്ങൾക്കും ആ സംശയമുണ്ട് അശ്വതി. എന്റെ ഏട്ടന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാനും അമ്മയും ജീവനോട് ഇരിക്കില്ല. നീ ഒന്ന് സമാധാനപ്പെട അശ്വതി. ഇവിടെ വിവേകേട്ടനും ആകാശേട്ടനും സഹദേവ മാമനും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം അഭിയേട്ടനെ അന്വേഷിക്കുന്നുമുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഞങ്ങൾ നിന്നെ വിളിച്ചോളാം. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. ശരി, എന്നെ വിളിക്കണേ. ഉറപ്പായിട്ടും വിളിക്കാം. നീ ഫോൺ വെക്ക. പാവം അശ്വതി വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അമൃതേച്ചിയെ രക്ഷിക്കാൻ എല്ലാരും ഉണ്ട്. ഒടുവിൽ പാവം എന്റെ അച്ഛൻ ബലിയാടാവും. പാവോ? അയാളോ? എന്തറിഞ്ഞിട്ടാ നീ അയാളെ പാവോ എന്ന് പറയുന്നത്? അയാള് പാവൊന്നുമല്ല. ഓരോ വരവിനും എന്തെങ്കിലും ദുരന്തങ്ങൾ വിതച്ചിട്ടാ അയാള് പോവാറുള്ളത്. ഇത്തവണ അത് സംഭവിച്ചു. അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ? അഭിയേട്ടൻ അച്ഛനെ ഇഷ്ടമല്ലെങ്കിലും അച്ഛൻ അഭിയേട്ടൻ എന്ന് പറഞ്ഞ ജീവനാ. അഭിയേട്ടനും പഞ്ചരത്നങ്ങൾക്കും ദോഷം വരുന്ന ഒന്നും അച്ഛൻ ചെയ്യില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ചോദിച്ചത് കേട്ടില്ലേ? അയാളുടെ വിശേഷങ്ങൾ നിനക്കെങ്ങനെ അറിയാന്ന് അച്ഛൻ പറഞ്ഞിട്ട്. അപ്പോ നീ അയാളെ? അയാളല്ല, എന്റെ അച്ഛൻ. അങ്ങനെ വേണം വിളിക്കാൻ. അച്ഛനും ഞാനും തമ്മില് പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ അച്ഛൻ പാവമാണമ്മേ. അച്ഛന്റെ മനസ്സ് ആരെക്കാളും നന്നായി എനിക്കറിയാം. എന്നെയും അഭിയേട്ടനെയും ഒക്കെ സ്നേഹിക്കാനും ലാളിക്കാനും ആ മനസ്സ് ഒരുപാട് കൊതിച്ചിരുന്നു. എന്റെ കാതി കിടക്കുന്ന കമ്മലി ഉണ്ടോ? ഇതെനിക്ക് അച്ഛൻ സമ്മാനമായി തന്നതാ. അച്ഛൻ ചെയ്തു എന്ന് പറയുന്ന കുറ്റം വെറുതെ ആരോപിക്കുന്നതാ. അച്ഛന് ഒരാളെയും കൊല്ലാൻ കഴിയില്ല, അതെനിക്കറിയാം. മോളെ, നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ മോക്ക് ഈ ഗതി വരുത്തിയവൻ ആരായാലും ഈ അമ്മ വെറുതെ വിടില്ല. ഒരു പ്രാർത്ഥനയുള്ള എനിക്ക്, അമ്മ ഇപ്പൊ കാണിക്കുന്ന ഈ സാന്ത്വനവും സ്നേഹവും കാപട്യമായിരിക്കരുതെന്ന്. ഇവളീ പറഞ്ഞതിന്റെ അർത്ഥം മഹേന്ദ്രനെ പോലെ ഞാനും ഇവളെ ചതിക്കുകയാണെന്നല്ലേ? അപ്പോ അങ്ങനെ ഒരു സംശയം ഇവളുടെ മനസ്സിലുണ്ട്.
ഇവൾക്ക് സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് അർത്ഥമില്ല. കാര്യങ്ങൾ ഉടനെ തീരുമാനമാക്കണം. നിന്റെ മുമ്പില് ഈ അമ്മ ഒരിക്കലും കാപട്യം കാണിക്കില്ല മോളെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.